വല നമ്മൾ വീശുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വല വീശി പഠിക്കാനുള്ളൂ. നമ്മളവർക്ക് നിസ്സാര കാര്യമുള്ളൂ. വല വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല നമ്മൾ മൂന്നായിട്ട് എടുക്കണം. വല നമ്മൾ വല എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ എടുത്തു, രണ്ടിങ്ങനെ എടുത്തു, മൂന്ന് പിടി. ആർക്കും ഇത് വീശാനുള്ള കാര്യമുള്ളൂ. നമ്മൾ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കും വല വീശിനെ പറ്റി. അവസാനം ഈ ഒരു തുമ്പെടുത്ത് നമ്മുടെ കയ്യിലിടുക. കണ്ടല്ലോ, മനസ്സിലാക്കിക്കോണം കേട്ടോ. അടുത്ത വീശി എൻ്റെ ഒരു ശിഷ്യനാണ്, ശിഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അടുത്തൊരു തുമ്പെടുത്ത് നമ്മൾ ഈ കയ്യിലിടുക. കണ്ടല്ലോ. നമ്മൾ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വല ചുമ്മാ വല വീശിയ വല വിരിയത്തില്ല. മൊത്തത്തിൽ ഒരു ടെക്നിക്കാണ് വല വീശുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വല ഇങ്ങനെ എടുത്ത് കണ്ടല്ലോ. അപ്പം നമ്മളിത് ഈ തുമ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ വല മൊത്തത്തിൽ വിരിയാൻ വേണ്ടിയാണ് വല എടുക്കുന്നത്. നമ്മൾ ഈ വെച്ചാൽ വല എറിയുമ്പോൾ ഒരു ആയം മുന്നോട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വല വീശാൻ പോവാം. മറ്റേ പാല് കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. നമ്മൾ വല വീശുന്നത് ചുമ്മാ വല വീശിയാൽ പറ്റത്തില്ല. അതിൻ്റെ ആ നാക്കില് കേട്ടോ. ഇപ്പം നമ്മൾ വീശുന്നത് വല വട്ടം വിരിഞ്ഞു പോയാൽ വല വട്ടം വിരിഞ്ഞു പോകണം. വല വിട്ടം വിരിഞ്ഞു പോകുന്നത് നമ്മളൊരു നാക്കാണ്. വല വട്ടം ഇപ്പം വല വിട്ട് വട്ടം വിരിയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. എങ്ങനെ വീശണം. ഇപ്പം നമ്മൾ ആദ്യമേ വല എടുക്കുമ്പോൾ കുരുങ്ങാത്ത രീതി വല എടുത്തത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചതേ. ഇതാണ് വല വീശുന്നത്. കണ്ടല്ലോ. അപ്പൊ നമുക്ക് മിക്കവാറും ഒരു കമ്പയിലാണ് ഒരുങ്ങിയേക്കുന്നത്. എങ്കിൽ തന്നെ ഞാൻ ഈ മീൻ പിടുത്തമൊക്കെ നിർത്തിയതാണ്. എനിക്ക് മീനിന്റെ ആവശ്യങ്ങളില്ല. ഞാൻ എങ്കിൽ തന്നെ മീൻ പരിപാടിയൊക്കെ നിർത്തിയതാണ്. എങ്കിൽ തന്നെ ഇതിനകത്ത് മീൻ ഉണ്ടോ സജി? കാണുമോ സജി? ഒന്നും കാണുന്നില്ല. കമ്പ് വരുന്നുണ്ട് കൂടെ. കമ്പിന് ചെറിയ കമ്പ് കൂടെ കിടപ്പുണ്ടായിരുന്നു. എങ്കിൽ തന്നെ എന്തെങ്കിലും കാണാതിരിക്കാൻ വഴിയില്ല. എന്തെങ്കിലും കിട്ടും. എന്തെങ്കിലും കിട്ടിയല്ലോ, എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കാണെങ്കിൽ മീൻ കിട്ടി. എങ്കിൽ നമ്മുടെ ആദ്യത്തെ വലക്ക് കിട്ടിയ മീനാണ് ഇത്. നമ്മുടെ ആദ്യത്തെ വലക്ക് കിട്ടിയ മീനാണ്. കമ്പെടുത്ത് മാറ്റിക്ക സജി. അപ്പൊ നമ്മുടെ ആദ്യത്തെ വലക്ക് കിട്ടിയ മീനാണ്. സുഹൃത്തിന് വേണ്ടി ഈ മീൻ കൊടുക്കണം. മീൻ അടുത്ത കൊടയിന് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മൾ ഈ വല ഇങ്ങനെ പൊക്കുക. വല പൊക്കി കഴിഞ്ഞ് കണ്ടോ എന്നാ കല്ലുമുട്ടിയാണോ ഇത്? കല്ലുമുട്ടി കയ്യിലിരുന്ന് കല്ലുമുട്ടിയാണോ നോക്കിയ പിടിച്ച് പടപ്പിക്കുന്നതല്ല, എന്റെ ശിഷ്യനാണ്. കാര്യമുണ്ട് ഈ കൂട്ടത്തില്. കാര്യമുണ്ട് ഈ കൂട്ടത്തില്. അപ്പൊ അന്നേരം എല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കി. അപ്പൊ അന്നേരം കാര്യമുണ്ട്. മീൻ പിടയ്ക്കുന്നുണ്ടോ? മീൻ കിടന്ന് പിടയ്ക്കുന്നുണ്ടോ? റോഡിൽ കിടന്ന് പിടയ്ക്കും. വലക്ക് തന്നെ നമുക്ക് കിട്ടിയതാണ്. ഒരു നഷ്ടവും ഇല്ല. പറയുന്നത് മീനെ പറ്റി ഒരു 4 വല വീശാണ്ട് 4 കിലോ മീൻ കിട്ടും. കിട്ടത്തില്ല? നമ്മുടെ സുഹൃത്തിന് വളരെ സന്തോഷമായി പോയി. എൻ്റെ ശിഷ്യനാണ് പ്രസാദ്. ശിഷ്യനെന്ന് പറയത്തില്ല, ഇപ്പം ശേഷം വലിയ ശിഷ്യനായേക്കുവാണ്. നമ്മുടെ മീനൊന്ന് കാണിച്ചേ. റോഡിൽ കിടന്ന് പിടയ്ക്കുന്ന മീന്, പിടയ്ക്കുന്ന കല്ലേമുട്ടി, പിടയ്ക്കുന്ന കല്ലേമുട്ടി, പിടയ്ക്കുന്ന കല്ലേമുട്ടി, പിടയ്ക്കുന്ന കല്ലേമുട്ടി. പല വീഡിയോസുമായിട്ട് പല വീഡിയോകളുണ്ട്. നമുക്ക് പല സെക്ഷനിലെ വീഡിയോകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻപിടുത്ത സെക്ഷനായിരുന്നു. അടുത്ത ആഴ്ചയിൽ ഒരു 500 പേർക്ക് ബിരിയാണി വെക്കുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ കാണിക്കുന്നു. 500 പേർക്ക് താമസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ അടുത്ത് തന്നെ കിട്ടിയേക്കും. പാചക സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഞാൻ മീൻപിടുത്തം ക്യാൻസൽ ആക്കിയതാണ്. അപ്പോൾ എനിക്ക് മീനിൻ്റെ ആവശ്യങ്ങൾ വലിയ താല്പര്യമില്ല. കാറ്ററിംഗ് സർവീസുമായിട്ടെല്ലാം പോകുന്ന കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വല വാങ്ങിച്ചാണ് ഞാൻ വീശിയേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വല വീശുന്നതിനെ പറ്റി സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് നമ്മുടെ ചാനലുമായിട്ട് എൻ്റെ ഫോൺ നമ്പറാണ് 95 264 85 214. അപ്പോൾ അതുകൊണ്ട് വല മീൻ പിടിക്കുന്നതിനെ പറ്റി കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. പിന്നാണെന്നുണ്ടെങ്കിൽ ഈ മീൻ ഇപ്പം കിട്ടിയ മീനൊന്ന് കാണിച്ച സജി കാണിച്ച പ്രസാദ് ഒന്ന് കാണിച്ചു കൊടുത്ത. പ്രസാദ് എൻ്റെ സുഹൃത്താണ്. ഇതിൻ്റെ സുഹൃത്തിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു. മറ്റേ കണ്ടല്ലോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ
അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റ. ബൈ ബൈ. ഓക്കെ. ഓക്കെ ഓക്കെ സ്റ്റോപ്പ് ചെയ്തു